നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗ്രാമ്പൂവിനെ കുറിച്ചാണ്. ആദ്യമായി ഗ്രാമ്പൂ ഒരു മുഖ്യ സുഗന്ധദ്രവ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത് BC നൂറ്റാണ്ടിൽ ചൈനയിലാണ്. മധ്യകാലഘട്ടത്തിൽ ഇത് റോമക്കാർ വഴി യൂറോപ്പിലെങ്ങും പ്രചരിച്ചു. ഇന്ന് ലോകമെങ്ങും ഇതൊരു മുഖ്യ സുഗന്ധദ്രവ്യമായി ഉപയോഗിച്ചു വരുന്നു. മിർട്ടേസി ഫാമിലിയിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം സിസിജിയം ആരോമാറ്റിക്കം എന്നതാണ്. സംസ്കൃതത്തിൽ ലവംഗ, ദേവപുഷ്പ, വരാള എന്നെല്ലാം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. നല്ല മഴയും ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയാണ് ഇതിന് കൂടുതൽ അഭികാമ്യം. മലാക്ക ദ്വീപുകളാണ് ഇതിൻ്റെ ജന്മദേശമെന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയിൽ ചെറിയ തോതിലേ ഇത് കൃഷി ചെയ്യുന്നുള്ളൂ. പ്രധാനമായും കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ഇത് കൂടുതലായി കൃഷി ചെയ്യുന്നത്. ഏകദേശം 12 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണിത്. ഇതിൻ്റെ തൊലി ചാരനിറത്തിൽ പരിപരുത്തതോടു കൂടിയതാണ്. ഇലകൾ മിനുസമുള്ളതും രണ്ടഗ്രങ്ങളും കൂർത്തതുമാണ്. ഇതിൻ്റെ ഉപരിഭാഗം കടുപച്ച നിറത്തിലും അടിഭാഗം ഇളം പച്ച നിറത്തിലുമാണ്. പൂവുകൾ സാധാരണയായി പൂങ്കുലയായിട്ടാണ് കാണപ്പെടുന്നത്. ഫലങ്ങൾ ഏകദേശം 2.5 സെൻറ്റിമീറ്ററോളം നീളത്തിൽ വരുന്നു. ഓരോ ഫലത്തിലും ഒരു വിത്ത് മാത്രമേ സ്ഥിതി ചെയ്യുന്നുള്ളൂ. വിത്ത് നട്ടാണ് ഇത് കൃഷി ചെയ്യുന്നത്. ഇലയുടെ അടിയിൽ പൊട്ടിൻ്റെ രൂപത്തിൽ നിരവധി എണ്ണഗ്രന്ഥികളുണ്ട്. അത് നമ്മൾ ഒന്ന് ഞെരണ്ടിയാൽ അതിൻ്റെ സുഗന്ധം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പൂക്കൾ മൊട്ടായിരിക്കുമ്പോൾ തന്നെ ഇത് പറിച്ചെടുക്കുന്നു. എന്നിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി കിട്ടുന്നതാണ് നമുക്ക് വിപണിയിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാമ്പൂ. ഇതിൻ്റെ തൈലത്തിൽ കാൽസ്യം, ഫോസ്ഫറസ്, അയഡിൻ, പൊട്ടാസ്യം, സ്റ്റാർച്ച് തുടങ്ങിയവയെല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്. ഗ്രാമ്പൂ മൊത്തമായും ദഹനശക്തിയെ വർദ്ധിപ്പിക്കുന്നു. ഗ്രാമ്പൂവിൻ്റെ തൈലത്തിന് ശ്വാസകോശത്തിൻ്റെ വികാസത്തെ ത്വരിതപ്പെടുത്താനുള്ള ശക്തി കൂടിയുണ്ട്. കോളറ രോഗത്തിന് കാരണമാകുന്ന വിബ്രിയോ കോളറ എന്ന അണുവിനെ നശിപ്പിക്കാനുള്ള ശക്തിയും ഇതിനുണ്ട്. ദന്തവൈദ്യത്തിൽ ആൻറ്റിസെപ്റ്റിക്കായും ചില ഔഷധങ്ങളുടെ നിർമ്മാണത്തിനും സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാനും ഇത് ഉപയോഗിച്ചു വരുന്നു. ഇല, വേര്, തൊലി, പൂമൊട്ട്, തൈലം തുടങ്ങിയവയെല്ലാം തന്നെ ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങളാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചാര്യൻ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ഈ ഗ്രാമ്പു അല്ലെങ്കിൽ ശരി കരയാമ്പൂ എന്നാണ് പറയുക. അത് ഈ മുറുക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് ഈ വെറ്റിലയും അടക്കയും ചുണ്ണാമ്പും ചേർത്തിട്ട് ഒരു ലേശൊരു ഗ്രാമ്പും കൂടി അതിൽ വെച്ചിട്ട് ഇങ്ങനെ ചവച്ചിറക്കി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ ഈ പല്ലുവേദനയ്ക്ക് ഏറ്റവും ശമനമാണ്. ഈ പല്ലുവേദനയുള്ളവർക്ക് ഈ മുറുക്കിൻ്റെ കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അല്ലെങ്കിൽ തന്നെ ഈ ഗ്രാമ്പൂവിൻ്റെ തൈലം അല്ലെങ്കിൽ ഗ്രാമ്പു തന്നെ ലേശം പൊടിച്ച് ആ പല്ലുള്ള വേദനയുള്ള പല്ലിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ വേദന അപ്പോൾ കുറേ അതിന് വേദനാശമനമായിട്ടൊരു ഗുണമുണ്ട്. അതുപോലെ തന്നെ ഈ വായനാറ്റം, അതായത് ഈ പല്ലിലുണ്ടാകുന്ന ഈ കൃമിയൊക്കെ കാരണം വായനാറ്റം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും ഈ ഗ്രാമ്പു നല്ലതാണ്. ഈ പലതരം പൽപ്പൊടികളിലും ആയുർവേദ പൽപ്പൊടികളിലും ഈ ഗ്രാമ്പു ചേർക്കുന്നുണ്ട്. ആ ഗ്രാമ്പു ചേർക്കുന്നതുകൊണ്ട് ഒന്ന് അണുനാശനമാണ്, രണ്ട് ഈ ചീത്ത മണം ഇല്ലാണ്ടാക്കുകയും ചെയ്യും. പിന്നെ ഈ ഗ്രാമ്പൂൻ്റെ ഒരു ഗുണം ഈ അതിസാരം, അത് വയറിങ്ങനെ ഇളകി പോവുക. കോളറ എന്ന് പറഞ്ഞ രോഗമുണ്ട്. ഈ കോളറ എന്ന് പറഞ്ഞ രോഗത്തിൽ ഈ ഗ്രാമ്പൂ തൈലം ഒരു 4 തുള്ളി ലേശം ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കഴിച്ചാൽ അപ്പം നിൽക്കും. അതുപോലെ തന്നെ ഈ വിശപ്പില്ലാത്ത കണ്ടീഷനിൽ ഈ ഗ്രാമ്പു ഒരു 4 എണ്ണം ചതച്ചിട്ട് ഒരു അകത്തേക്ക് കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പുണ്ടാവും. മിക്കവാറും നമ്മുടെ ചില ആഹാരത്തിൽ ഇപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ ഗ്രാമ്പു ചേർക്കുന്നത് ബിരിയാണിയിൽ ധാരാളം നെയ്യ് ചേർക്കും. ആ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ അതിനെ ദഹിപ്പിക്കാൻ വേണ്ടി ഈ അഗ്നിദീപനം ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് അതിൽ ഈ ഗ്രാമ്പു ചേർക്കുന്നത്. അപ്പോൾ ആ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ എന്തൊക്കെ ചേർക്കേണ്ടോ അത് ശരിക്കുള്ള ഗ്രാമ്പു ചേർത്തിട്ട് തന്നെ അത് ഉണ്ടാക്കണമെങ്കിൽ അത് ശരിക്കും ദഹിക്കും.